ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിന് 1.5 കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡറൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇവ നന്നായി യോജിപ്പിച്ചിട്ട് അരിച്ച് എടുത്തേക്കുക. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം. റെഡ് വെൽവെറ്റ് കേക്കിന് ബട്ടർ മിൽക്ക് ഉപയോഗിക്കണം. അതിന് ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ ഒരു കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കാം. വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. റെഡ് വെൽവെറ്റിലേക്ക് നമ്മൾ ബട്ടറാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിന് ബട്ടർ ഒരു കപ്പ് ബട്ടർ എടുക്കാം. ഇനി ബട്ടർ നമുക്ക് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ പഞ്ചസാര പൊടിച്ചുമായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതിന് ആവശ്യം. നമ്മൾ നേരത്തെ മൈദ എടുത്തില്ലേ, ആ മൈദ എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ബട്ടറിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. റെഡ് വെൽവെറ്റ് കേക്കിന് നമ്മൾ ചീസും ബട്ടറും ഉപയോഗിച്ചിട്ടുള്ളതാണ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് വളരെ സ്മൂത്തായിട്ടുള്ള കേക്കാണ്. നമ്മൾ ബട്ടർ മിൽക്ക് ഒഴിക്കുന്ന കാരണം 2 മുട്ട ഇതിലേക്ക് എടുക്കുള്ളൂ. ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ? ഒരു കപ്പ് പാലിൽ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് 10 മിനിറ്റോടെ നീക്കി വെച്ചാൽ മതി. ഇനി ഓരോ മുട്ടായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബട്ടർ മിൽക്കില്ലേ, അത് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കണത്. അതിലേക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ബാറ്റർ നന്നായിട്ട് ക്രീമി ആയിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ക്രീം പരുവത്തിലാക്കിയെടുക്കുക.
ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയതിന് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ മൈദ, അത് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കണേ പൊടി, അല്ലെങ്കിൽ തെറിച്ച് പോവും. വല്ലാതെ കുത്തി ഇളക്കണ്ട. ഇനി നമുക്ക് 2 ടീസ്പൂണ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് വെൽവെറ്റിന് റെഡ് കളർ യൂസ് ചെയ്യണം. അത് ഞാനിവിടെ ടൊമാറ്റോൻ്റെ റെഡ് കളറാണ് ഉപയോഗിച്ചേക്കുന്നത്. 2 ടീസ്പൂൺ റെഡ് കളറ്. ഇനി നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രത്തിലേക്ക് നമ്മൾക്ക് ജസ്റ്റ് മൈദ ഒന്ന് തേച്ച് കൊടുക്കുക, ജസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് കേക്കിൻ്റെ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാനിലാണ് ഉണ്ടാക്കണത്, ഓവനിലല്ല. ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക, അതിൻ്റെ എയർ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുമ്മുള പോലെ വരും, എയർ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഇനി ഇത് നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം. പാനിൽ വെക്കുമ്പോൾ ഗ്യാസ് സിമ്മിലിടണം, തീ ഏറ്റവും ചുരുക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. 45 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കുക. അതിന് മുന്നേ തുറന്ന് നോക്കൊന്നും വേണ്ട, ഉള്ളിലേക്ക് കുഴിഞ്ഞു പോവും. ഇത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീസ് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ ചീസ് ബീറ്റ് ചെയ്യുമ്പോൾ 1 കപ്പ് ചീസ് എടുക്കുക. ക്രീം ചീസ്, ഉപ്പില്ലാത്ത ചീസായിരിക്കണം മേടിക്കേണ്ടത്. ക്രീം ചീസ്, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ക്രീം ചീസിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ക്രീമി ആയിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണേ, ക്രീം ആവണ വരെ. ഇപ്പോൾ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിയേക്കാം. നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിക്കാവണ വരെയും ബീറ്റ് ചെയ്തെടുക്കണം, എന്നാലേ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിരിക്കുള്ളൂ. ഞാനെടുത്തേക്കണ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇപ്പം നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്.
ഇനി നമുക്ക് ചീസിലേക്ക് നമ്മൾ അടിച്ചു വെച്ച വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമും ചീസും അടിച്ച് വെച്ചിരുന്നില്ലേ, അത് രണ്ടും നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയറിൽ തേച്ച് കൊടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് കട്ടിയിൽ തേച്ച് കൊടുക്കണേ. കേക്കിൻ്റെ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായി ക്രംസ്, അത് തേച്ച് വെച്ച് കൊടുക്കാം. ചെറി വെച്ച് കൊടുക്കുക. ഇഷ്ടമുള്ള പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി കേക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം.